ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. മുബിക്കാക്ക് ഈ കാര്യം മറന്നുപോയിരിക്കുകയാണ്. മാളൂട്ടിക്ക് പിന്നെ അറിയില്ല. അപ്പം മാളൂട്ടി സ്കൂളിൽ പോയതാണ്. അവള് വന്നിട്ട് ഞാനത് അവളോട് പറയുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാം. ഒരാൾ എന്ത് വ്ളോഗാണ് എടുക്കുന്നതെന്ന് പോലും അറിയാതെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് സമയം മുന്നേ ഞാൻ പറഞ്ഞു മാളൂനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പം അതെന്താന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ കാര്യം പറയാം, അപ്പം നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണ്. അപ്പം എന്തായാലും അത് കേൾക്കുമ്പോഴുള്ള അവളുടെ എക്സ്പ്രഷൻ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ഉമ്മച്ചിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഉമ്മച്ചി എന്താ എങ്ങനെ നിനക്ക് ഓർമ്മയുള്ളേ? അല്ല, ഊഹിച്ചതല്ല, എങ്ങനെയോ അറിയാം. ആരാ പറഞ്ഞേ? എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് മമ്മന്റെ. മമ്മനെ വെഡിങ് ചെയ്ത ആള് പോലും പക്ഷെ അത് ഓർത്തിട്ടില്ല. ഇന്ന് തന്നെ കഴിയാനായി വെഡിങ് ആനിവേഴ്സറി. വൈകുന്നേരമായി. മുതുകാകെ ജിമ്മിൽ പോയിരിക്കാം. ആരോട് അവള് പെട്ടു ഗൈസ്. ഓക്കെ, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. വെഡിങ് ആനിവേഴ്സറി എല്ലാരും മറന്നു പോയി ഗൈസ്. സോ സാഡ്. ഓക്കെ, എനിവേ ഞാന് ഇപ്പൊ ഈ വ്ലോഗ് എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാല് അപ്പൊ മുബിക്കാക്ക് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ മാളൂട്ടി സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇതാ ഓർക്കം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ മുബിക്കാനോട് കുറച്ച് മുന്നേ ചോദിച്ചു, പിന്നെ നമുക്ക് പടം കാണാൻ പോയാലോ, രേഖാചിത്രം ഞങ്ങൾ ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതിന് പോയാലോ, അപ്പോൾ നല്ല പടമാണ്, നമുക്ക് പോവാന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ മുബിക്കാക്ക് പറഞ്ഞാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് മാളു. പക്ഷെ അബ്ബ ഇതുവരെ ഓർത്തിട്ടില്ല. ചിലപ്പോൾ മുബിക്കാക്കനോട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയായിരിക്കും ആള്. പക്ഷെ ഇന്ന് ജനുവരി 14th ആണ് എന്നുള്ളത് ആൾക്ക് ഓർമ്മയില്ല. അപ്പൊ അതറിയാണെങ്കിൽ ജനുവരി 14 ആണ് ഇന്ന് അറിയാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയാം. അപ്പൊ കുഴപ്പമില്ല. ആസ് യൂഷ്വൽ മുബിക്കാക്ക് വെഡിങ് ആനിവേഴ്സറി മറന്നിരിക്കുകയാണ്. നൈറ്റ് പടത്തിന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു മൂവി നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് എടുക്കുന്ന പോലെ ഞാൻ വീഡിയോ എടുക്കും. എന്നിട്ട് വീഡിയോന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആളത് അറിയും. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നെ അത് പറയും. ഞാൻ ഒരു ക്ലൂ കൊടുക്കുമ്പോഴേക്കും ആൾക്ക് മനസ്സിലാവായിരിക്കും. പക്ഷെ അതൊന്നും ഇല്ലാതെ ഓർക്കണല്ലോ, അതല്ലേ ഹൈലൈറ്റ്. ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഞങ്ങൾ മൂവി നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തു പോകും. അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മൂവിക്കാക്ക് അത് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കണം. ഓക്കെ. അപ്പം ഇതിന്റെ ഇടയിൽ മുബിക്കാക്ക വെഡിങ് ആനിവേഴ്സറി ആണെന്ന് റിയലൈസ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ നമ്മള് അടി ഉണ്ടാക്കുമെങ്കിലും മറന്നൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കുമെങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഇത് അത്ര വലിയൊരു പ്രശ്നം ആക്കാത്തത് എന്ന് വെച്ചാല് മുബിക്കാക്ക് എന്നോട് ഓൾറെഡി പറയാറുണ്ട്, എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയുണ്ടാവില്ല, അപ്പൊ നീ വേണം ഓർമ്മിപ്പിക്കാനെന്ന് പറയലുണ്ട്. പക്ഷെ ഞാൻ ബാക്കിയെല്ലാം ഓർമ്മിപ്പിക്കും. പക്ഷെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്റെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാറില്ല. ഇപ്പൊ മുബിക്കാക്കന്റെ ബർത്ത്ഡേ, മാളൂസിന്റെ ബർത്ത്ഡേ, എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ഒക്കെ നിങ്ങൾ വ്ലോഗ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്ത് സർപ്രൈസ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് നമുക്കത് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക, എല്ലാവരെയും സർപ്രൈസ് ചെയ്യുക, എല്ലാവർക്കും എന്തെങ്കിലും അവരെ സ്പെഷ്യൽ മൊമെന്റ് വരുമ്പോൾ അത് സ്പെഷ്യൽ ആക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മുബിക്കാക്ക് ഓൾറെഡി എന്നോട് പറയാറുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും മുബിക്കാക്ക് എപ്പോഴാണ് ഇത് അറിയാന്നുള്ളത് നോക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മള് അതൊക്കെ ഓർത്ത് വെച്ച് വിഷ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സന്തോഷമാണ് കേട്ടോ. പക്ഷെ ചെയ്തില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെയാണ്. പക്ഷെ ചെയ്താൽ അത് സന്തോഷമായിരുന്നു. അപ്പൊ എന്തായാലും ഈ വെഡിങ് ആനിവേഴ്സറി ആരും അറിയാതെ അങ്ങനെ തീരാൻ പോവുകയാണ്. പക്ഷെ ഞങ്ങൾ പടത്തിനൊക്കെ പോയിട്ട് ഞാനത് കളറാക്കും. അപ്പം എന്തായാലും വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഇപ്പം മുബിക്കാക്കിന്റെ മാത്രമല്ലല്ലോ, ഞങ്ങളെ രണ്ടുപേരുടെയും കൂടെയല്ലേ. അപ്പോൾ ഒരാൾ മറന്നുപോയാൽ മറ്റേ ആളത് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും മുബിക്കാക്ക് ഓർക്കോ നോക്കാം. ഇന്ന് രാത്രി 12 മണി വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആൾ ഓർക്കുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ കുറച്ച് നേരം തെറ്റിയൊക്കെ ഇരുന്നിട്ട് ചെറിയൊരു പണിയൊക്കെ കൊടുക്കാം, അല്ലേ മാളു? അപ്പൊക്ക് കുറച്ചു നേരം അവനോട് തെറ്റിയിരിക്കുക അല്ലേ? യെസ്. അപ്പൊ പക്ഷെ മാളൂസ് ഇനി ഒരു ക്ലൂവും കൊടുക്കരുത് കേട്ടോ. മുബിക്കാക്ക് ഇപ്പൊ ജിമ്മിൽ നിന്ന് വരും, അപ്പോഴേക്കും റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പടത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളോട്. അപ്പം ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് നിൽക്കട്ടെ. അപ്പോൾ എന്നിട്ട് മുബിക്കാക്ക് വന്നിട്ട് ഞങ്ങൾ മൂവി നൈറ്റ് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ്. മുബിക്കാൻ്റെ മുമ്പ് മൂവി നൈറ്റ് ആയിട്ടായിരിക്കും ഈ വ്ലോഗ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്നെ കണ്ടോ.
അങ്ങനെ മൂബിക്കാക്ക വന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പടത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പടം തുടങ്ങാനുള്ള ടൈം ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബുള്ളറ്റിലാണ് പോയത്. ഇനി ട്രാഫിക്കിലൊന്നും കുടുങ്ങണ്ടെന്ന് കരുതി. അങ്ങനെ പടം തുടങ്ങാനായി. അതുകൊണ്ട് ഇനിയിപ്പോൾ പടം കഴിഞ്ഞിട്ട് കാണാം. അപ്പോഴേ ഇനി ഫോൺ എടുക്കുള്ളൂ. മൂബിക്കാക്ക വാഷ്റൂമിൽ പോയതാണ്. ഇപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല കേട്ടോ. ഞാൻ അറിയാണ്ട് എനിക്ക് ഡോണറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഡോണറ്റ് ഒക്കെ മുറിഞ്ഞ് ഈ ചെറിയൊരു കേക്ക് മുറിഞ്ഞ് ഡോണറ്റ് അപ്പൊ പോലും അറിയാതെ നമ്മൾ കേക്ക് മുറിച്ചല്ലേ. അപ്പൊ മൂബി എന്താ നെക്സ്റ്റ് പരിപാടി? നെക്സ്റ്റ് പരിപാടി എന്താ? ഐസ്ക്രീം പോകുമ്പോ വാങ്ങിക്കാം. എന്തെങ്കിലും വ്ലോഗിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഇങ്ങനെ ഒന്നും പറയാനില്ല. സൂപ്പർ. അങ്ങനെ ഞാൻ ഡ്രസ്സ് നോക്കാന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മൂബിക്കാക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്താ സംഭവം. നമുക്ക് നോക്കാൻ ടീഷർട്ട് വേണോ? ടീഷർട്ട് എനിക്കോ? എന്താ പെട്ടെന്നൊരു ടീഷർട്ട് വേണമെങ്കിൽ എന്റെ വക നീ വേണം. എനിക്കെന്ത് വാങ്ങി തന്ന പകരം? എന്താ ചിരിക്കണേ? പിന്നെ ഇതിട്ട് നോക്ക്. ടീഷർട്ടൊക്കെ വാങ്ങി തരുന്ന എനിക്ക് ഇട്ട് നോക്ക്. അങ്ങനെ ഞാൻ മൂബിക്കാക്ക് ഒരു ടീഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ആൾ ഗസ് ചെയ്തേനെ കേട്ടോ. പക്ഷേ എന്താണ് ടീഷർട്ട് എടുത്ത് തരുന്നതെന്ന് ആൾക്ക് പിടുത്തൊന്നും കിട്ടിയിട്ടില്ല. ചുമ്മാ എടുത്ത് കൊടുക്കുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്കൊരു ക്ലേൻ്റെ സെറ്റ് വാങ്ങിക്കൊടുത്തു. ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ സൂക്ഷിക്കാം, സ്റ്റാച്യു പോലെ. അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറിയൊരു സ്ഥലത്ത് പോയിരിക്കാം, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫൈനലി ഒരു സ്ഥലത്ത് വന്നിരുന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. എന്നിട്ടും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ മാളു? എനിക്ക് നമുക്ക് തന്നെ പറയാം. അയ്യോ ഇന്റർവെല്ലിന്റെ ടൈമിൽ ഇവിടെ ഒരു ഡോണറ്റ്സ് ഞാൻ മറന്നുപോയി. ഞാൻ അവള് കേക്ക് ആയിട്ട് ഞങ്ങൾക്ക് തന്നതാണെന്ന് പറയുന്നു. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓർത്ത് ഞാൻ പറയാൻ പോകുമ്പോഴേക്കും അവള് ഗസ് ചെയ്തു. അല്ലേ? ഇന്നൊരു കാര്യം പറയാനുള്ളത്, എന്തായാലും പടം കണ്ടു. പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളി പടമായിരുന്നു കേട്ടോ. എനിക്ക് പടത്തിനെ പറ്റിയല്ല പറയാനുള്ളത്. ഞാനത് പറയട്ടെ. രേഖാചിത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി വേറൊരു ഫീൽ മൂവിയാണ്. ഇതുവരെ കണ്ടിട്ടുള്ള മൂവിന്നൊരു വെറൈറ്റി സംഭവമാണ്. ബാക്കി നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോ. ഞാൻ പറയട്ടെ, വെഡിങ് ആനിവേഴ്സറിന്റെ ഡേറ്റ് മറന്നുപോയി. ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കും. അതുകൊണ്ടാണ് അവള് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയത്. നിനക്കെന്താ വേണ്ടേ? ഞാൻ എന്താ വേണ്ടതെന്ന് ഞാൻ പറയും, പിന്നെ അത് വാങ്ങണം. അല്ല അങ്ങനെയല്ല, എന്തൊരു കഷ്ടം. ഞാൻ ഇവള് കേക്കൊക്കെ വാങ്ങി കഴിച്ച് എനിക്ക് ഇവള് ടീഷർട്ട് വാങ്ങി തരിക, പതിവില്ലാതെ ടീഷർട്ട് വാങ്ങി തരിക. ആലോചിക്കാൻ വയ്യ. അയ്യോ പോലെ ആകെ കുടുങ്ങി ഗൈസ്. എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. എനിക്ക് ആകെയുള്ള പ്രശ്നമാണ്, എനിക്ക് ഡേറ്റ് ഓർത്ത് നിൽക്കാൻ കഴിയില്ല ഞാൻ. പക്ഷെ എന്താ പറയാ, മറന്നുപോയി ഗൈസ്. ആകെ സീനാണ് ഇപ്പോൾ. എത്തിയിട്ട് അവിടെ പോയിരിക്കാണ്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ മിണ്ടിക്കുന്നു എനിക്കറിയില്ല. എനിക്കറിയത്തില്ല. സോറി, എന്താ വേണ്ടേ? ഹൈപ്പറിലോ? അതാ പറയുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ക്ലോസ് ചെയ്യാൻ പോവാന്ന്.
ഹൈപ്പർ 11 മണി വരെ പോവാം. അങ്ങനെ ഞങ്ങൾ ഹൈപ്പറിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി. കുറച്ച് നേരം കൂടെ അങ്ങനെ നടക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ഷോപ്പ് അടയ്ക്കാനുള്ള സമയം ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഭക്ഷണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മിണ്ടും. എന്താ വെച്ചാൽ ഭക്ഷണ പ്രേമി ആയതുകൊണ്ട്. നല്ല മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ട്. അത് മതിയോ? ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് മുഖം. വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബിരിയാണി കഴിച്ചില്ല അല്ലേ? ഞാൻ ഹൈപ്പറിലല്ലേ കയറിയുള്ളൂ. ജ്വല്ലറിയിലും കയറിയിരുന്നെങ്കിലോ? അയ്യോ, ഒരു കേക്കും കൂടി വാങ്ങാൻ തീരുമാനിച്ചില്ല. ഷാനു അച്ചാറിന്റെ മണല്ലേ? എന്നാ പിന്നെ നീ കുറച്ച് അച്ചാറും കൂടി വാങ്ങിക്കും. അല്ല അല്ല അല്ല, കുറച്ച് അച്ചാറും കൂടി വാങ്ങിക്കോ നീ. ആര് വാങ്ങി? ആർക്ക് വേണ്ടി? എന്താ മാളു? തൈര് വീട്ടിലൊരു ലോഡ് ഉണ്ട്. വാ. യെസ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ, ഫ്രം ലുലു ഹൈപ്പർ മാർക്കറ്റ്. എന്തായാലും ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞിരുന്നു നോക്കാം, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. മൂവിക്കാക്ക് ഓൾറെഡി എന്നോട് പറയാറുണ്ട് ഡേറ്റ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതിൽ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ജിമ്മിൽ പോയ സമയത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ ആയാലും മാളുവിന്റെ ബർത്ത്ഡേ ആയാലും ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഒക്കെ ഇവളാണ് ഓർമ്മിച്ച് ഡേറ്റ്. ഇപ്പൊ ഡേറ്റ് ചോദിച്ചാൽ പറഞ്ഞുതരും, പക്ഷെ ഇപ്പം ഇന്നാണ് ആ ഡേറ്റ് എന്നുള്ളത് അങ്ങനെ ഓർക്കലുണ്ടാവില്ല. അപ്പൊ എനിവേ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, കുഞ്ഞിനോട് നേരത്തെ പറയണം, അവർക്ക് ഓർക്കാൻ പറ്റാത്തതുകൊണ്ട്. മാണൂസ് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ഓർത്ത് വെക്കുന്ന എനിക്ക് ഉറപ്പാട്ടോ. അവർക്ക് എന്നെ പോലെ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, FBയിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഫ്രം മാലോട്ടീസ് വ്ളോഗ്. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അവക്കൊരാഗ്രഹം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മുഖത്ത് കേക്ക് കേൾക്കണം. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്കിൽ കുളിപ്പിക്കും. എന്നാലും ബൈ ബൈ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു us. ബൈ 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 ബൈ.